സ്പേസ് എക്സ് ഓഹരികളുടെ മൂല്യത്തിലുണ്ടായ വൻ ഇടിവിനെ തുടർന്ന് ലോകസമ്പന്നൻ ഇലോൺ മസ്കിന് ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് $30 ബില്യൺ. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ഡേ സാമ്പത്തിക നഷ്ടങ്ങളിലൊന്നാണിത്. ഈ തകർച്ച ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സെനറ്റർ എലിസബത്ത് വാറാൻ നികുതി പരിഷ്കരണ വാദവുമായി രംഗത്തെത്തിയതോടെ എക്സിലൂടെ പരിഹാസ രൂപേണ മസ്ക് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പോയിക്കൊള്ളാം എന്നായിരുന്നു തന്നെ വേട്ടയാടിയ രാഷ്ട്രീയക്കാർക്ക് മസ്ക് നൽകിയ ലളിതവും എന്നാൽ മൂർച്ചയേറിയതുമായ മറുപടി. അമേരിക്കയിലെ അതിസമ്പന്നർക്കുമേൽ വെൽത്ത് ടാക്സ് ചുമത്തണമെന്ന് പണ്ടു മുതലേ വാദിക്കുന്ന US സെനറ്റർ എലിസബത്ത് വാറിന്റെ ഒരു പോസ്റ്റാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. ഇലോൺ മസ്ക് എന്റെ വെൽത്ത് ടാക്സ് കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ അമേരിക്കയിലെ 3-4 വയസ്സുള്ള എല്ലാ കുട്ടികളുടെയും ചൈൽഡ് കെയർ ചെലവുകൾ നമുക്ക് വഹിക്കാൻ കഴിയുമെന്ന് വാറൻ എക്സിൽ കുറിച്ചു. ഇലോൺ മസ്കിന്റെ വെൽത്ത് ടാക്സ് കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ അമേരിക്കയിലെ 3-4 വയസ്സുള്ള എല്ലാ കുട്ടികളുടെയും ചൈൽഡ് കെയർ ചിലവുകൾ നമുക്ക് വഹിക്കാൻ കഴിയുമെന്ന് വാറൻ എക്സിൽ കുറിച്ചു. അടുത്തിടെ നടന്ന ലോകത്തെ ഏറ്റവും വലിയ IPOയിലൂടെ സ്പേസ് എക്സ് വിപണിയിലെത്തുകയും മസ്ക് ലോകത്തെ ആദ്യ ട്രില്യണയർ പദവി കൈവരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വാറൻ നികുതി ആവശ്യവുമായി എത്തിയത്. എലിസബത്ത് വാറിന്റെ പോസ്റ്റിന് താഴെ സെനറ്ററെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി ഉപയോക്താക്കൾ രംഗത്തെത്തി. മസ്കിന്റെ പണം കയ്യിലുള്ള കനത്ത കാശല്ലെന്നും കമ്പനിയുടെ ഓഹരി മൂല്യം ഉയരുമ്പോഴും താഴുമ്പോഴും മാറുന്ന ഡിജിറ്റൽ സംഖ്യ മാത്രമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. സ്പേസ് എക്സ് ഓഹരികൾ ഇടിഞ്ഞതുമൂലം ഇലോൺ മസ്കിനെ ഇന്നു മാത്രം ഭീമമായ തുക നഷ്ടമായി. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റദിന തകർച്ചയാണിത്. ഇതൊന്നും കയ്യിലെടുത്ത് ചെലവാക്കാൻ പറ്റുന്ന പണമല്ല, വെറും പേപ്പർ ലാഭമാണ്. നിങ്ങളുടെ വെൽത്ത് ടാക്സ് വാദം ഒരു തമാശ മാത്രമാണെന്ന് ഫോബ്സിന് നൽകിയ കണക്കുകൾ പ്രകാരം $30 ബില്യൺ നഷ്ടം നേരിട്ടിട്ടും ഇലോൺ മസ്ക് തന്നെയാണ് ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. ഈ തർക്കത്തിന് നടുവിലേക്കാണ് തങ്ങളുടെ പരിഹാസക്കൂട്ടായ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പോയിക്കൊള്ളാമെന്ന കമന്റുമായി മസ്ക് എത്തിയത്. ഇതോടെ അതിസമ്പന്നരുടെ നികുതിയെക്കുറിച്ചുള്ള ആഗോള സാമ്പത്തിക ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്.